അപ്പോൾ കോലൻ മീൻ പല സൈസുണ്ട് കേട്ടോ, പല തരത്തിലുണ്ട്. അപ്പോൾ നന്നാക്കണതും പല രീതിയിൽ നന്നാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ തരം കോലാനാണ്. ഇത് ഒരു സാലയുടെ ഒക്കെ മോഡലാണ്. ഇത് നല്ല ചെതമ്പലുള്ള മീനാണ് കേട്ടോ. സാധാരണ മീനുകൾ ഇതെല്ലാവർക്കും നന്നാക്കാൻ അറിയാലോ. ചെറിയ വലിയ കോലാന് ഞാൻ ചെതമ്പല് അല്ല തൊലി പൊളിക്കണാണ് കാണിച്ചത്. ചെറിയ കോല അതാണ് വയറ്. അല്ലൊരു സാധനം മുറിച്ചപ്പോ വന്നല്ല ഒരു ഇവിടുന്ന് കണ്ടിട്ടോ മണം. മുട്ട ഉണ്ടല്ലോ, ഈ മണമെല്ലാം ഞാൻ തരണം ചെയ്ത മുട്ട ഉണ്ടല്ലോ, മുട്ട മുട്ട താഴത്തേക്ക് പോയായിരുന്നു. സുഖമായിട്ട് പിടിക്കാറായി. അളകും ഫോൺ, അത് കുഴപ്പമില്ലല്ലോ. ഫോണാണ് കൂട്ട ചെറുതായിട്ട്, അതൊന്നും കുഴപ്പമില്ലല്ലോ. ഒന്നും കുഴപ്പമില്ല. ഇത് കാണിച്ചാ അപ്പം അതിന്ന് ഇത്രയും മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഉരച്ചെഴുകാൻ കേട്ടോ. അത് കാണാൻ പറ്റില്ല. സ്ലോ മോഷൻ ആക്കി പിടിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ക്ലീൻ ആയിട്ടിരിക്കണം മീനാവുന്നത് കണ്ടാ, ക്ലീൻ ആയിട്ടിരിക്കണം മീനാവുന്നത്. ക്ലീൻ ആയില്ലേ? ഡിസിപ്ലിൻ, മാനസ് അല്ലേ? കഴിഞ്ഞാ ഇനി കഴിക്കണോ? നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വട്ടം നുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ രണ്ടാക്കി പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കാണും കേട്ടല്ലേ. ആ ശരി, കറി വയ്ക്കാൻ ഇത് നല്ല വണ്ണം ഉള്ള കോലാനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കോലാനാണ് കേട്ടോ ഇത്.
ഇത് വണ്ണം കുറവാണ്, എന്നാൽ നല്ല നീളമുള്ള കോലാനാണ്. ഇതിന് ചെതമ്പലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് 3 രീതിയിൽ ഞാൻ നന്നാക്കി നോക്കണ്ട്. അപ്പോൾ 3 രീതിയും കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നന്നാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കറുത്ത പാട് ഇതേപോലെ വിരൽ വെച്ച് ചുരണ്ടിയിട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കത്തിച്ച് വരച്ച് കഴിഞ്ഞാലും പോരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കല്ലുമിട്ടൊന്ന് ഉരച്ച് നോക്കാണ്, ആ കറുത്ത അടയാളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണം കല്ലുമിട്ട് ഉരച്ചൊന്ന് ക്ലീനാക്കാണ് കേട്ടോ. ഞാൻ അടുത്തത് ഒരെണ്ണം ഞാൻ വേറെ രീതിയിലാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യണത്. അതൊന്ന് തൊലി പൊളിച്ചെടുക്കുകയാണ്. അതിൻ്റെ നടുഭാഗത്തൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കളഞ്ഞ് പെട്ടെന്ന് തൊലി കളയാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇതൊരെണ്ണം ഉരച്ച് കഴുകിയതും ഒരെണ്ണം തൊലി പൊളിച്ചതാണ്. അപ്പോൾ രണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല ക്ലീനിങ്ങിൽ. ഞാൻ അടുത്തത് ഒരെണ്ണം ഞാൻ വേറെ രീതിയിലൊന്ന് നന്നാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അതേപോലെ ക്ലീൻ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അത് കത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടിക്കളയാണ്. അപ്പം നന്നായിട്ട് അതിൻ്റെ കറുത്ത ഇതൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 രീതിയിലും എളുപ്പമായിട്ട് തോന്നിയത് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടിക്കളയുമ്പോഴാണ് തോന്നണേ കേട്ടോ. അപ്പോൾ ഇത് 3 രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത കോലാനാണ്. അത് തൊലി പൊളിച്ചത്, ഇത് ഉരച്ച് കഴുകിയത്, പിന്നെ ഒരെണ്ണം കത്തിയും കൊണ്ടും ഉരച്ച് കളഞ്ഞത്. 3 വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ഈ ചെതുമ്പലില്ലാത്ത കോലാൻ ഫിഷ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിന് വട്ടത്തിൽ നുറുക്കിയിട്ട് 2ആയിട്ട് പൊളിച്ചെടുത്തിട്ട് നുറുക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി ഇത് വെറുതെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഉരച്ചിട്ട് കഴുകിയെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.